ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 33-ാം തിരുവചനമാണ്. അത് ഇപ്രകാരം പറയുകയാണ്: മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റുകളിലേക്ക് വീണു പോകുന്നുണ്ട്. കാരണം ഈ ലോകത്തിലെ നമുക്ക് ആശ്രയിച്ച ജീവിക്കുന്നത്, നമ്മൾ ഈ ലോകത്തിലുള്ളതാണ് നമുക്ക് വേണ്ടുന്നതാണെന്നാണ് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ തെറ്റുകളിലേക്ക് പോകുന്നുണ്ട് അത് നേടുന്നതിന് വേണ്ടി. അപ്പം കർത്താവ് പറയുകയാണ്, ജാതികളാണ് ഇതുപോലെ ജൽപ്പനം ചെയ്യുന്നത്. 8-ാം അധ്യായം പറയുന്നു, അവരോട് നിങ്ങൾ തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. അപ്പം നമ്മൾ ഈ ലോകത്തിലുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപാട് പാപങ്ങളിലേക്ക്, തെറ്റുകളിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങളിൽ കൂടെ, ഒരുപാട് ആങ്സൈറ്റി കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആകാശത്ത് നിങ്ങൾ നോക്കുവിൻ, പറവകൾ എന്താ ചെയ്യുന്നത്? അവർ കൊയ്യുന്നില്ല, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ അവരിപ്പോഴും ജീവിക്കുന്നു. അവർക്ക് ഒന്നിനെ കുറിച്ചിട്ടും ഭാരമില്ല. അപ്പം കർത്താവ് പറയാണ്, നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഭാരപ്പെടേണ്ട കാര്യം. 6-ാം അധ്യായത്തിൻ്റെ 32-ാം തിരുവചനത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്ന് അറിയുന്നുവല്ലോ. അപ്പം നമ്മൾക്ക് എന്താണ് തരേണ്ടതെന്ന് നമ്മുടെ പിതാവായ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അത് നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. എന്തൊക്കെ നമുക്ക് തരണം, എന്തൊക്കെ തരണ്ട, അതൊക്കെ വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എന്താണ് ദൈവത്തിൻ്റെ രാജ്യം? ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യം സമാധാനത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യം സന്തോഷത്തിൻ്റെ രാജ്യമാണ്. അവിടെ പല്ലുകടിയില്ല, കരച്ചിലില്ല, പിറുപിറുപ്പില്ല, പരാതികളില്ല, ഒന്നുമില്ല. അവിടെ സ്നേഹം, സമാധാനം, സന്തോഷം, സൗമ്യത, വിശ്വസ്തത, ഇതെല്ലാം ചേരുന്നതാണ് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ആരാണ് തരുന്നത്? പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് പറയണം, നിങ്ങൾ ആദ്യം പരിശുദ്ധാത്മാവിനെ അന്വേഷിപ്പിക്കും, അതോടുകൂടെ എല്ലാം ചേർക്കപ്പെടും. അപ്പം പരിശുദ്ധാത്മാവാണ് നമുക്ക് ഇതെല്ലാം നേടിത്തന്നെ. പരിശുദ്ധാത്മ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പാപബോധം ഉണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട. നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഒരു പാപബോധം വരുത്തിക്കും. എന്ത് ചെയ്യരുത്. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവരിൽ നിറയ്ക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ശക്തി വരാൻ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ ശക്തി വരും, ബലം വരും, ദുഷ്ടനെ എതിർക്കാനുള്ളൊരു ശക്തിയുണ്ട്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് കർത്താവ് പറയുന്ന, ആദ്യം രാജ്യവും നീതി അന്വേഷിക്കുക, ആദ്യം പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുപാട് പാപങ്ങൾ, ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് പോയി നമ്മൾ ഒരുപാട് പാപങ്ങളിലേക്ക് വീഴുന്നുണ്ട്. എൻ്റെ കർത്താവെ, ഞാൻ ചെയ്തു പോയ അറിഞ്ഞും അറിയാതെയുമുള്ള പാപങ്ങളെ ഞാൻ അങ്ങയുടെ കുരിശിൻ്റെ ചോട്ടിൽ സമർപ്പിക്കുന്നു. അങ്ങത് ഏറ്റെടുത്ത് അങ്ങയുടെ തിരുരക്തം ഞങ്ങളെ കഴുകി അങ്ങയുടെ വചനത്തിൽ ഞങ്ങളെ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ.